ആന്റി 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 കണ്ണു തുറക്ക്. ഇന്ദ്രനും രവിയേട്ടനും ഡോക്ടറെ കാണാൻ പോയിരിക്കേ. ഓഹോ, അയ്യോ, നീ മുരുകനെ വിളിച്ച് നോക്കിയോ ഹർഷേ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആന്റി. മുരുകൻ ഒരിക്കലും ആ വള ആന്റി തന്നതാണെന്ന് പറയാനിടയില്ല. പിന്നെന്തിനാ ആന്റി പേടിക്കുന്നേ? ഓഹ്, അതാ വള തന്നെയാണെന്നാ തോന്നുന്നത് ഹർഷേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തതെന്ന് എല്ലാവരും അറിയില്ലേ? ഷോ, ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. നമുക്കേ നാളെ മുരുകനെ വിളിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കാം. ആന്റി ടെൻഷൻ ആവാതിരിക്കേ. വീണ്ടും BP കൂടുകയും കുറയുകയും ചെയ്താലേ അത് അപകടമാ. നീ രവിയും വന്ന എന്തായാലും നന്നായി ഹർഷേ. നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇന്ദ്രൻ നിന്നെ വിളിച്ചു വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്ദ്രൻ വിളിച്ചതേ രവിയേട്ടനെ. ആന്റി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞതുകൊണ്ടാ രവിയേട്ടൻ എന്നെയും കൂട്ടി വന്നത്. ആന്റിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാൻ പറ്റുമായിരിക്കും. എനിക്കിന്ന് അങ്ങോട്ട് പോകണമെന്നില്ല ഹർഷേ. ഞാൻ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരട്ടെ? ആന്റി അത് അമ്മ ഉണർന്നോ? ഇപ്പോ ക്ഷീണം തോന്നുന്നുണ്ടോ അമ്മേ? ഓ, ക്ഷീണം തന്നെ ഇന്ദ്ര, തല പൊങ്ങുന്നില്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? ട്രിപ്പ് തീർന്നാ വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. BP-യിലുണ്ടാകുന്ന വേരിയേഷനാ പെട്ടെന്നുണ്ടാകുന്ന ഈ തളർച്ചയ്ക്കും ക്ഷീണത്തിനും ഒക്കെ കാരണം. ആൻറ്റി മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കണം, നല്ല റെസ്റ്റും വേണം. വീട്ടിലൊരു സ്വസ്ഥതയുണ്ടെങ്കിലല്ലേ രവി മനസമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാൻ പറ്റൂ. അത് ഈ ജന്മം എനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ചിടിപ്പ് കൂടുക. ഇന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ നമുക്ക് ആന്റിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ രവിയേട്ടാ? ആന്റി ഇന്നവിടെ റെസ്റ്റ് ചെയ്തിട്ട് ആന്റി നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് പോയിക്കോട്ടെ. അതിനെന്താ, നമുക്ക് കൊണ്ടുപോവാം. ഇന്ദ്രൻ തനിച്ചു പോകേണ്ടി വരുമെന്ന് മാത്രം. എന്താ ഇന്ദ്ര? അതാ ഡോക്ടർ വന്നിട്ട് എന്താ പറയുന്നത് നോക്കാം. അമ്മയ്ക്കിന്ന് ഹർഷയുടെ കൂടെ നിൽക്കണം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മെഡിസിൻ ഉണ്ടേ? ഇഞ്ചക്ഷനാണോ സിസ്റ്ററെ? അതെ, തിരിഞ്ഞു കിടന്നു. മഹേന്ദ്ര,
മോളെ മഞ്ചാടി, മഞ്ചാടി, മോളെ മഞ്ചാടി. ഈശ്വര, ഇവളിതെവിടെ പോയി? അയ്യോ, അയ്യോ, വാതില് പുറത്തുനിന്ന് പൂട്ടിയിരിക്കാണല്ലോ. ഈശ്വര, അവൾ എന്നെ ഇതിനകത്തിട്ട് പൂട്ടിയിട്ട് പോയെന്ന് തോന്നുന്നു. ശബരിയേട്ടാ, അങ്കിൾ, ഒന്ന് വാതിൽ തുറക്ക്. മഞ്ചാടിയെ കാണാനില്ല. വേഗം വന്ന് വാതിൽ തുറക്ക് ശബരിയേട്ടാ. ഈശ്വര, ആരും ഒന്നും കേൾക്കുന്നില്ലല്ലോ. മഞ്ചാടി വല്ല കടുങ്കയും കാണിക്കോ ദൈവമേ. ശബരിയേട്ടാ, വാതിൽ തുറക്ക്. ശബരിയേട്ടാ, വാതിൽ തുറക്ക്. വിളിക്കുന്നത് വാതിൽ തുറക്ക്. അങ്കിള് ഇത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കാണല്ലോ. പൂട്ടിയാണ്, തുറന്നു നോക്കി, തുറന്നു നോക്കി.